വ്യാഴാഴ്ച നടക്കുന്ന എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനും മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചു. കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിലും ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവുള്ള കാലത്ത് കിടത്തി ചികിത്സയും ശസ്ത്രക്രിയകളും നടത്തിയിരുന്നു. എന്നാൽ AC മൊയ്തീൻ MLAയും മന്ത്രിയുമായ കാലഘട്ടത്തിലാണ് ജീവനക്കാരുടെ കുറവ് പറഞ്ഞ് കിടത്തി ചികിത്സ നിർത്തിവെച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 2 വർഷം മുൻപ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് മന്ത്രി വീണ ജോർജ് കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞത് ശുദ്ധ കളവാണെന്നും കെട്ടിടങ്ങൾ നിർമ്മിച്ച് അഴിമതി നടത്തുകയാണ് MLAയുടെയും CPMന്റെയും ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ ഹോസ്പിറ്റലിൽ ഈ കുന്നംകുളത്തിന്റെ MLAക്കോ അതല്ലെങ്കിൽ ഇത് നിലനിൽക്കുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്കോ അതിന് വേണ്ട നടപടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ വെറും ഉദ്ഘാടന മാമാങ്കം നടത്തി അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിത് അതിൽ നിന്ന് കമ്മീഷനും അതുപോലെ അത് മറയാക്കി അഴിമതി നടത്തുക എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ CPMന്റെ നേതൃത്വത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കുന്നംകുളത്തിന്റെ MLA ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണ് ഉദ്ഘാടനമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പുതിയ കെട്ടിടത്തിലില്ല. മുൻപ് MLA ഉദ്ഘാടനം ചെയ്ത IP ബ്ലോക്ക് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് അപഹാസ്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി.